ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ജാം ആവണ കംപ്ലയിൻ്റ് ആയിട്ടാണ് നമ്മൾ അയച്ചേക്കണേ. അത് കൂടാതെ വേറൊരു കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ഏകദേശം 40 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുമ്പോൾ എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് സൗണ്ട് വ്യത്യാസം ഉണ്ടെന്ന് പറയണ്ടേ. ആ സൗണ്ടിൻ്റെ കേസ് ഞാൻ ഓടിച്ചു നോക്കി, എനിക്ക് അങ്ങനെ ഒരു കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന രീതിയിലുള്ള സൗണ്ടൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. എഞ്ചിൻ സൗണ്ടിൻ്റെ കേസില്ല കേട്ടോ. 40 കിലോമീറ്റർ വേഗതയിൽ ഓടുമ്പോൾ സൗണ്ട് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ചെന്ന സംഭവങ്ങൾ. ഞാൻ നമ്മുടെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ഭാഗം സംഭവിച്ചാണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ കാലിപ്പർ അസംബ്ലി ഉണ്ടല്ലോ, കാലിപ്പർ അസംബ്ലിയുടെ ഉള്ളിൽ വന്നാൽ ഈ പിസ്റ്റണൊക്കെ അതിൻ്റെ ഉള്ളിൽ ടൈറ്റായി പോയതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ പിസ്റ്റൺ സീൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ആക്കി. ഇത് ടൈറ്റ് ആവാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ MC സബ് കംപ്ലയിൻറ്റ് വരുമ്പോഴാണ് ആ പ്രോബ്ലം കാണിക്കുക. അതായത് പിസ്റ്റ കയറി വരും, അതായത് ബ്രേക്ക് പാഡ് പ്ലേറ്റ് മേക്ക് എടുക്കും, പിന്നെ റിലീസാവില്ല. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം തന്നെ കേട്ടോ. അപ്പോൾ നിലവിൽ നമ്മൾ ഇത് ഫുള്ളായിട്ട് അഴിച്ച് പിസ്റ്റൺ സീലൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തു. MC സബ് അസംബ്ലി നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. കാരണം എന്താ വെച്ചാൽ ഇത് റിപ്പയർ ചെയ്താലും സാധാരണ രീതിയിൽ കിട്ടൽ വലിയ കണക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ റിപ്പയർ ചെയ്തിട്ടാലും അതിൻ്റെ ഉള്ളിൽ തന്നെ MC സബൊക്കെ ആ റിപ്പയർ കിറ്റൊക്കെ മാറ്റിയിടാം. ഏകദേശം 10-700 അടുത്തൊക്കെ നമുക്ക് എല്ലാം കൂടി നമുക്ക് ചിലവ് വരും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അത് നമുക്ക് കാര്യമായിട്ട് നിൽക്കാറില്ല, കിട്ടാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളതിൻ്റെ MC സബ് അസംബ്ലിയെ പടി മാറ്റാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അസംബ്ലി ഫുൾ സെറ്റായിട്ട് മാറ്റുന്നുണ്ട്. കൂട്ടത്തിൽ കൂടെ തന്നെ നമ്മളതിൻ്റെ ആ ബ്രേക്കിൻ്റെ ലിവർ സെറ്റ് കൂടി മാറ്റി കറക്റ്റ് ഇതിനകത്തേക്ക് ആക്കാം. അപ്പോൾ ബ്രേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പുതിയ ബ്രേക്കിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. തുടക്കം ഒരു അല്പം കുറവുണ്ടാവും, അത് കുറച്ചങ്ങോട്ട് ഓടുമ്പോഴത്തേക്ക് ആയിക്കോളും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ക്ലോസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ഏകദേശം നമുക്കൊരു 4 മണി 4:30 ആവും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഓക്കെ.